എൻ്റെ അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ചേച്ചി 1300 1200 ഇത് എഴുതിയിരിക്കുന്നത് 1570 1300. അപ്പോൾ റൗണ്ട് ചെയ്തു. ഇതൊരു വൃത്തിയുടെ പരിപാടിയാണ് ഈ ആഹാരത്തിൻ്റെ പേരിൽ ഇങ്ങനത്തെ സ്കാം നടത്തുന്നത്. അതാണ്ട് ഇത് കണ്ടോ ഇവർ കഴിച്ചതിൻ്റെ ബില്ലാണ് 2720 രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത്. ഇവരൊരു മീൻ വാങ്ങിച്ചതാണ്. ഇവരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? തൃശ്ശൂർ. അപ്പം നമ്മൾ തൃശ്ശൂരാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഇന്നലെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് എത്തിയപ്പം 1 മണിയായിട്ടുണ്ട്. അമ്പു ഇവിടെ അമ്പുനെ കണ്ടില്ല. അമ്പു ദേ ഇവിടെ കിടപ്പുണ്ട്. അമ്പു അമ്പുവേ. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ വെളുപ്പിന് എണീറ്റല്ലേ? വെട്ടം നോക്ക്. കാണാമോ? പുറത്ത് നിൽക്കുന്നവർക്ക് കാണാം. പുറത്ത് നിൽക്കുന്നവർക്ക് അകത്ത് കാണത്തില്ലായിരിക്കും. കളാടി. ആ ക്ഷേത്രത്തിലോട്ട് പോകുന്നതിൻ്റെ വണ്ടി പാർക്കിംഗ് ആണ്. രാവിലെ ഇത് ഫുള്ളായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. വൈകിട്ട് നമ്മൾ ഒന്നുകൂടി പോകുന്നത്. വൈകിട്ട് നമുക്ക് വണ്ടിയും കൂടി എന്തായാലും ഇവിടം വരെ വന്നില്ലേ, വണ്ടിയും കൂടി ഒന്ന് പൂജിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം അടിപൊളിയാണ് കേട്ടോ. ഒരു കൊട്ടാരം, കഴിഞ്ഞ വീട്ടിൽ കണ്ടവർക്കറിയാം, ഒരു ചെറിയ മിനി കൊട്ടാരമൊക്കെ പോലെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മുതലേ? സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേ കിടിലല്ലേ? ഓ, ഇവിടെ അടിപൊളി വ്യൂ ആണ്. കാരണം അടുത്തടുത്ത് മൊത്തം ഒരു ഗോൾഡൻ മയമാണ്. സംസാരിക്കും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ നൈറ്റ് കാണിച്ചു തന്നായിരുന്നു. എന്നാലും ഞാൻ പകലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, ലുക്ക് അറ്റ് ദാറ്റ്. ഇതാണ് കേട്ടോ. ഹേ ഗൈസ്, ഞാനങ്ങനെ ഒരുങ്ങി ദേ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. പോലെ ഇന്ന് ഞാൻ അമ്പലത്തിൽ അന്തരാ ഞാൻ മാറി എങ്ങോട്ടെല്ലാം പോകുമോ? നിങ്ങൾ പറ ഗൈസ്, ആരാണ് സൂപ്പർ? നിങ്ങൾ പറ. എടി എനിക്ക് തന്നില്ല, ഞാൻ ചമ്പി പോകും. താങ്ക് യു. അയ്യോ, നിനക്ക് ആരും തന്നില്ലല്ലോ അമ്പു. ഞാൻ എവിടെ? സോറി, മാറിപ്പോയി. ഇവണിന് കുത്തിയിട്ട് നോവുന്നില്ല. എന്ത് വലിയ ആലോചനയിലാണല്ലോ. ഈയോടി കണ്ണുനീര് വന്നിരിക്കുന്ന അടി അമ്പുവിന്. എന്ത് പറ്റിയക്കളെ? കരഞ്ഞില്ലല്ലോ. പക്ഷേ ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇന്നലെ ഇവിടെയാണ് സുഹൃത്തുക്കളെ താമസിച്ചത്. എങ്ങനെയുണ്ട്? നൈസല്ലേ? അടിപൊളിയില്ലേ? ഈ ചിത്രപ്പണികളൊക്കെ സൂപ്പറാണ്. നോക്കണേ, കാണിച്ചു തരാം. അതാ ഞാൻ ആലോചിക്കുന്നത്. നോക്കണേ, എല്ലായിടത്തും ഓരോ ചിത്രപ്പണി എന്നല്ലേ പറയുന്നത്. എന്തൊരു പണി എന്ന് പറയുന്നത്? ഇത് കല്ല് കൊത്തുപണി. എല്ലാം അടിപൊളി വീട്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കില്ല, അത് നോക്കി സെറ്റല്ലേ? നമുക്കൊരു ഇതെന്ത് കലാപീഠം അല്ലേ മൃതലേ? കലാപീഠം ഉണ്ട് കേട്ടോ. കാരണം ഈ വിഷ്ണുമായ എന്ന് പറയുന്നൊരു ദൈവത്തിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും അറിയാതിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് നമ്മുടെ വിഷ്ണുമായ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത് നമ്മുടെ പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ ഏരിയയിൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വിഷ്ണുമായ ആരാധിക്കുന്ന അങ്ങനത്തെ കുറച്ച് ക്ഷേത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റിന് തന്നെ അണ്ടറിലുള്ള കലാപീഠമാണ് കേട്ടോ. അപ്പം വിഷ്ണുമായക്ക് എന്താ പറയണേ, ഈ കലയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, സംഗീതവും എല്ലാം ഉണ്ട്. നോക്ക്, ക്ഷേത്ര ദർശനം നടത്തുന്നതിനെക്കാട്ടി ഉപരി ഇതൊന്ന് കറങ്ങി കാണാൻ തന്നെ അടിപൊളിയാണ് ഇല്ലേ മൃദുലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ? കൊള്ളാല്ലേ? സത്യം, ഞാൻ നിങ്ങൾക്ക് മണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അമ്പലത്തിൽ വരുന്നത് എന്ത് പറയണേ, ഒരു സമാധാനത്തിനാണ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കിവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി കേട്ടോ. നേരെ നല്ല അടിപൊളി ഒരു ഇത് ഗരുഡനല്ലേ? ഗരുഡൻ കൂത്തമ്പലം. ഓ, ഇവിടെ വെച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുമായിരിക്കും കേട്ടോ. അമ്പുവേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. അയ്യോ, കരയുന്നു. അപ്പോൾ ഗൈസ്, നമുക്കിനി ക്ഷേത്രത്തിനകത്തോട്ട് കയറാം. നമ്മൾ രാവിലെ ഒരു വട്ടം കയറിയതാണ്, എന്നാലും ഒന്നുകൂടി കയറാം കേട്ടോ. വെള്ളം കുറവാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇതേപോലുള്ള
ഈ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഓരോരോ വിഗ്രഹങ്ങളാട്ടോ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ ഓരോന്നും ഓരോ കലയായിട്ടോ. അതാണ്ട് ഇത് ചെണ്ടയാണോടി? ഇത് എന്തോന്ന് അറിയത്തില്ല. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. നമ്മളിനി അറിയാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ. കുടക്കുഴൽ വായിക്കുന്ന ഗണപതി, ഇതിൻ്റെ തബല വായിക്കുന്ന ഗണപതി. അപ്പം കലയെ ഭയങ്കരമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ഷേത്രം. ഇതാണ് വൈമാൾ. വൈമാളിൽ നമ്മൾ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം ക്ലോസ് ആയി. അല്ലെങ്കിൽ 2 ഘട്ട സമയത്തേ വരത്തുള്ളൂ. ലുലു ഗ്രൂപ്പിന്റെ മാളാണല്ലേ അത് ഞാനും അല്ലെങ്കിൽ. എന്നാൽ പിന്നെ ലുലു മാളൊന്നും കിട്ടാ പോരെ. ഫൈനലി നമ്മൾ ഒരു കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടോ ആംബിയൻസ് കണ്ടോ? കണ്ടോ എൻ്റെ സെലക്ഷൻ അല്ലെങ്കിൽ അടിപൊളിയാണ്. കണ്ടോ മൃദുല കണ്ട് ആസ്വദിക്കുകയാണ്. മൃദുല പാലേ കുടിക്കും രാത്രിയിൽ. കണ്ടോ, ഞാൻ ആദ്യ രാത്രിയിൽ കൊടുത്ത ശീലമാണ്. ഇതിട്ടുള്ളത് തന്നിട്ടില്ല. പാവം കുട്ടിയാണ്. നമുക്ക് പാവപ്പെട്ടവരുണ്ടോ? കട്ടൻ ചേസ്. ചില ചെറിയ ഹോട്ടലുകളിലൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ആഹാരം കിട്ടില്ല ആഹാരം കിട്ടും കേട്ടോ ചില ഹോട്ടലുകളിൽ. നമ്മളവിടെ തന്നെ ട്രിവാൻഡ്രത്തൊക്കെ നല്ല ബീഫൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഞാനൊരു രക്ഷയില്ല കേട്ടോ. ഉള്ളി താറാവ് റോസ്റ്റ്. നമ്മളത് നിർത്തിയില്ല. ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ബീഫ് ഡ്രൈ ഫ്രൈ ഇത് സ്നാക്ക് പോലെ തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ BDF ആണ് പണി കിട്ടിയതാണ് മൃദുല പറയുന്നത്. പക്ഷെ ഞാൻ BDF കുറച്ചേ കഴിച്ചോളൂ കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചോളൂ. പൊറോട്ട ആൻഡ് താറാവ് റോസ് സൂപ്പർ ആയിരുന്നു. സീരിയസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. പക്ഷെ എന്ത് പറ്റി അറിയത്തില്ല, മൃദുലയ്ക്ക് വയറ്റിന് പിടിച്ചില്ല. പക്ഷെ ഞാൻ ഉറക്കം വരുന്നുണ്ട്. ഞാൻ അറിഞ്ഞതേ ഇല്ല വൊമിറ്റ് ചെയ്തത്. ഒറ്റയ്ക്ക് പോയി നിന്ന് വൊമിറ്റ് ചെയ്ത് ഇഷ്ടം. ചിലർക്ക് അങ്ങനെയാണ്, ചില ഫുഡുകളൊന്നും വയറ്റിന് പിടിക്കില്ല. എന്നാൽ ഇതൊക്കെ കഴിക്കാതിരുന്നൂടെ? അപ്പം നേരെ നമ്മളിന്ന് രാവിലെ ഇറങ്ങി. മൃദുല നീ റെസ്റ്റ് എടുത്ത് നോക്കണം, നല്ലതായിട്ട് ഉറങ്ങി കേട്ടോ. അതിനമ്പ് ഉറങ്ങണം. മൃദുലയ്ക്ക് നല്ല നറുതണ്ടി സർബത്ത് കൊടുക്കാം. രാവിലെ വൊമിറ്റൊക്കെ ചെയ്ത് സെറ്റായില്ലേ? വൊമിറ്റൊക്കെ ചെയ്ത് പണിപാളി ഇരിക്കുന്ന ആൾക്ക് നറുതണ്ടി സർബത്ത്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ലതാണ്. ഇത്ര പെട്ടെന്ന് അങ്ങ് പോയാ? എന്തു പറ്റി? ഹായ് ഗൈസ്, നറുതണ്ടി ഒക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നട്ടോ. അതേപോലെ അങ്ങ് പോയി. ചെറിയ ഉള്ളി 100 കിലോ 100 വേണോ? ദൈവമേ, ഇതിലേക്ക് കഞ്ഞി കുടിച്ചോളാൻ വയ്യ കേട്ടോ. അതുകൊണ്ടൊരു കഞ്ഞിക്കട കണ്ടുപിടിച്ച് ഫൈനലി. ആഹാ, ഹാപ്പി ആയ? കഞ്ഞി എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. ഇനി കഞ്ഞി കുടിച്ചോ. എന്തുകൊണ്ട്? ഇതെന്തുവാ? നല്ല അടിപൊളി കഞ്ഞി, പപ്പടം, എൻജോയ്. പപ്പടത്തിലെ കഞ്ഞി കുടിക്കുന്നു. ഞാൻ ഇവിടുന്ന് ചോറ് കഴിക്കുന്നു വിചാരിച്ചത്. ചെറിയൊരു കട. വീർത്ത് കുളിച്ചു കേട്ടോ. ഇവിടെ കഞ്ഞി കുടിക്കുകയും ചെയ്യും, വീർക്കുകയും ചെയ്യും. ഭയങ്കര ചൂട്. അമ്പൂട്ടിനും മുട്ടത്തലയൊക്കെ വീർത്തിരിക്കുന്നു. നോക്ക്, അടിപൊളി ഫുഡ് കേട്ടോ, ഒന്നും പറയാനില്ല. ഓംപ്ലേറ്റും പറഞ്ഞു. സൂപ്പർ. എന്ത് ചൂടാടി മൃദുലേ. മൃദുല കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി വൊമിറ്റ് ചെയ്ത്. എന്താ ചെയ്യാനാ? ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഞാൻ പറയുന്നു. പക്ഷെ നല്ല കഞ്ഞിയല്ലായിരുന്നു.
നമ്മൾ ഇത്രയും നല്ല നല്ല ചോറായിരുന്നു കേട്ടോ, നല്ല ചോറും മീൻകറി. അവന് ഈ കാറിൽ AC പോകുന്നതുകൊണ്ട് ഈ ഡ്രസ് ഇട്ടേ, പക്ഷെ അവിടെ അവന് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കരഞ്ഞതേ ഇല്ല. കരഞ്ഞില്ലല്ലോ കള്ള അമ്പൂസ്. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ യാത്ര തിരിക്കുകയാണ്. 205 കിലോമീറ്റർ. അപ്പം നമ്മൾ ട്രിവാൻഡ്രം ഇടുമ്പോൾ എങ്ങനെ പോയാലും 250 കിലോമീറ്റർ അടുപ്പിച്ചാകും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് തൃപ്രയാർ ക്ഷേത്രം അല്ലേ? മുതലേ രാമക്ഷേത്രം അല്ലേടി? ഓ അടിപൊളിയായിട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ മുതലേക്ക് വോമിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഒന്നിനും കയറുന്നില്ല, പോവുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെ ഇനി വെയിൽ അമ്പൂട്ട ഇനി ഇരിക്കൂല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കുറേ ബോട്ടിങ്ങിനൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്ത് പറയുന്നു? രാവിലെ കുടിച്ച ഇത് ജ്യൂസോ അല്ല, നറതണ്ട് പോയി, കഞ്ഞി പോയി, അടുത്ത കരിക്ക് വേണമെന്ന് പറയുന്നു. അത് വാങ്ങിച്ചു കൊടുക്കാം, എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കാം. അമ്പോയെ നീ ഇന്നെങ്കിലും അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കണേ, അമ്മയ്ക്ക് വയ്യ. മീൻ കൊള്ളോടി. അപ്പം വാവാവം 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 വാവാവം. നമ്മളിങ്ങനെ പെതുക്കെ കേട്ടോ യാത്ര. നമ്മുടെ 40-60-ലൊക്കെയാണ് നമ്മുടെ യാത്ര. അമ്പൂട്ടം കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ 40-ൽ നിർത്തി ചായയൊക്കെ കുടിച്ച് ചില്ലക്കായി നിർത്തിയാണ് വണ്ടി പോകുന്നില്ല. ലോക്കൽ ബസ് ഓടുന്നിടക്കാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. എന്തു പറ്റി? കുട്ടിയായിട്ട് ഉറങ്ങി. അവ അപ്പോഴത്തേക്ക് ഉണർന്നു കേട്ടോ. അവ എന്തോ കാർ സീറ്റിനകത്തെ കൊണ്ട് കുറേ നേരം അങ്ങോട്ട് ഇരിക്കുന്നില്ല ഇല്ലേ മൃദുലേ? ഇപ്പം ഇച്ചിരി നേരം കഴിയുമ്പോൾ ഉണരുക ഇറങ്ങാൻ. എന്തോ പറ്റിയാക്കളെ അയ്യേ? പൊന്നമ്പൂ നീ ഉറങ്ങുന്നുണ്ടോ? അമ്പൂ അമ്മച്ചിക്ക് തലവേന വയ്യെന്ന്. നൈസല്ലേ? അടിപൊളി വ്യൂ കേട്ടോ. കിട്ടില്ല. അതേ ഒരു ചേട്ടൻ അവിടെ നിന്ന് തോണി തുടങ്ങി വരുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വൈബാ മൃദുലേ. മീൻ പിടിക്കണോ? ആ തന്നെ വല ഇട്ടിട്ട് പോവുക കേട്ടോ. ആ പൊങ്ങി കിടക്കുന്നുണ്ടോ? തെർമാക്കോൾ അത് എവിടാന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നിട്ട് വീട്ടിൽ വന്ന് പൊക്കും, മീൻ പിടിക്കും, അത് ഹോട്ടലിൽ കൊണ്ടു കൊടുക്കും, പൈസ വാങ്ങും. അതാണ് ചേട്ടന്റെ ജോലി. എന്തുണ്ട് ചേച്ചി കഴിക്കാൻ? മീൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. മീൽസ് എടുത്തോ. മീൽസ് എന്താണ് നമുക്ക് സ്പെഷ്യൽ വേണ്ടത്? സ്പെഷ്യൽ എന്തുണ്ട്? നമുക്ക് കാളാഞ്ചി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്, അത് ഫ്രൈ ഉണ്ട്, മസാല ഉണ്ട്, പൊളിച്ചതുണ്ട്. ചെമ്പല്ലി ചെമ്പല്ലി ഫ്രൈ ഉണ്ട്. ഇല്ല ചെമ്മീനല്ല, അതൊരു ഫിഷാണ്, നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫിഷാണ്. വലിയ മീനാണോ? നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത്. അതായത് നമുക്ക് കട്ടിങ് പീസ് ഒന്നുമില്ല, ഫുൾ സൈസ് മീനാണ്. ഫുൾ സൈസ് എത്ര വരുന്ന റേറ്റ്? അത് നമുക്ക് തൂക്കടിച്ച് കഴിക്കും. നമുക്ക് കിലോ ഒരു 1400, 1300 ആ ഒരു ആവറേജ് റേറ്റ്. ഞാൻ നിക്കറിന്റെ സൈഡിലാണ് ഇപ്പൊ താക്കോല്. നമ്മുടെ എനിക്കിപ്പോ മറ്റേ താക്കോലാകുമ്പം നമുക്ക് തിരിക്കണ്ടേ. അപ്പൊ ഇത് താക്കോല് ആവശ്യമില്ല, വണ്ടിക്കകത്ത് കയറിയാൽ മതി താക്കോല്. അതുകൊണ്ട് എനിക്കിതൊരു യൂസ്ഡായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആണെങ്കിൽ വണ്ടിയുടെ അകത്തിട്ടിട്ട് പോകാനും പറ്റത്തില്ല നമുക്ക്. ഇൻ കേസ് ലോക്ക് ആവത്തില്ല, എന്നാലും ഒരു പേടി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്. ഇതിനകത്ത് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം ചില്ലറകള് പൈസകൾ ഇങ്ങനെ ഇട്ടേക്കും, ഇങ്ങനെ പോകും. യൂസാ പട്ടയുടെ ജെന്യൂൻ പാർട്സാ. പാർട്സോ? കുട്ടനാടൻ കുഞ്ചനീലെ പാട്ട് കളിയാടി. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നെ പാട്ട് പാടിത്തരാം. കുഞ്ഞനിയോണിൻ തീരത്ത് കടമുട കുട്ടം വയ്ക്കും. അമ്പുവേ അട്ടം പണ്ടേ എടാ എട്ടാടാ. എന്താടാ നീ എന്താടാ ഉറങ്ങാത്ത? അമ്പു നീ എന്താ ഉറങ്ങാത്ത? അമ്പു തുണിക്കടി തുടങ്ങി. നീ എന്താടാ ഉറങ്ങാട്ടെ? നീ എന്താ ഉറങ്ങാട്ടെ? ഞാനിവിടെ ചിരിച്ചാ ഭയങ്കര ശരിയാ. വേറെ മൊത്തം വായിക്കാത്തോട്ട് കണ്ട കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇനി ഞാൻ എങ്ങനെ നിന്നെ മൊട്ടേന്ന് വിളിക്കും? മൊത്തം മുടിയായില്ലേ? ഇല്ലേ? അതാണ് വിഷമം. ഈ മൊട്ടയിട്ടിരുന്നാ മതി. കാരണം മുടി വളരുമ്പോഴേ അവന്റെ ഒരു മുഖത്തൊരു ക്യൂട്ട്നെസ് അങ്ങ് പോകുന്നത്. മുടി മൊട്ടയായിട്ടിരിക്കുന്നത് ഭയങ്കര രസമാകുമ്പോ വെണ്ണാക്കിയിട്ട് മതിയായില്ലൂടാ അമ്മച്ചിക്ക്. അയ്യോ ഇവിടെ എല്ലാ വീട്ടിലും സാധനം.
കണ്ടാ വലാഞ്ഞിട്ട്. എടി ഞാൻ പറഞ്ഞില്ലേ അത് ഇതിനെ കൊഞ്ചിനെ പിടിക്കുന്നതാണ്. കൊഞ്ച് ഞാൻ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗൈസ് കുറേ ഷോപ്പുകളിൽ കൊഞ്ചിന്റെ വറുത്ത് പിന്നെ ഉണക്ക കൊഞ്ച് ഞാൻ കണ്ടു. നീ ഉറക്കുമായിരുന്നു വലിയ പാക്കറ്റിലൊക്കെ. ടേസ്റ്റ് തിന്നാ മതി. ഞാൻ വെറൈറ്റി ടേസ്റ്റ് ചോറെടുക്ക്. മതി മതി മതി. കറിയൊക്കെ ഇച്ചിരി ഉള്ളു. തോരനൊക്കെ ചോറ് ഇച്ചിരി ഉള്ളത്. നമ്മളെ മീനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഭയങ്കര സ്കാമാട്ടോ മീനിൻ്റെ കാര്യത്തിൽ നടക്കണേ. ആണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടാ നിങ്ങളത്തെ എങ്ങനെയാ പറഞ്ഞത് മീനിൻ്റെ കാര്യം? മീനിൻ്റെ കാര്യം ഒരു ചെറിയ മീനാണെന്ന് പറഞ്ഞാൽ തന്നത്. പക്ഷെ അത് വലിയ മീനാണ്. 2 കിലോ വേണ്ട. 2 കിലോ ആ മീനില്ല. അപ്പം അതിൻ്റെ കഴിക്കുന്നത് നമുക്കറിയത്തില്ല എത്ര കിലോ മീനാണെന്നൊന്നും. അതെ ഇവിടെ കഴിച്ച വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. നമുക്കും ഇവിടെ ഇതുപോലെ തന്നെ കഴിച്ചിട്ട് അതിലെ ബില്ലിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ 2,680 അല്ലേ? 2,680 അതിന്റെ കിലോ പറയണത്. നമ്മൾ ചോദിക്കാതെ തന്നെ അവർ 3/4 കിലോ കുറച്ചേക്കണം, ഡിസ്കൗണ്ട് ചെയ്തേക്കണം. എന്നിട്ട് അവര് നമ്മളോട് പറഞ്ഞതെന്നാ 2 കിലോ 1 കിലോ കൂടുതലുള്ള മീനെ ഇവിടെ ഉള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എന്നിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോ 500 ഗ്രാമിന്റെ ചെറിയ മീനുകളുണ്ട് കിച്ചണിൽ. ക്യാമറ കാണിച്ചു അതല്ല വെയിറ്റ് നമുക്ക് പറയണ്ടേ. ഇപ്പൊ ബില്ല് വന്നപ്പോ 1,500 മൊത്തത്തിൽ 1,600 1,700 ബില്ല് എഴുതി വെച്ചേക്കും. താണ്ടേ ഇത് കണ്ടോ ഇവര് കഴിച്ചതിന്റെ ബില്ലാണ് 2,720 രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത്. ഇവരൊരു മീൻ വാങ്ങിച്ചാണ്. ഇവരുടെ അടുത്ത് നിങ്ങളുടെ പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. കാണിച്ചിട്ടില്ല. നമ്മള് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാ. അവിടെ നമുക്ക് കൊണ്ട് കാണിച്ചു തരും ഇങ്ങനെ വെയിറ്റ്. എന്നിട്ടാണ് നമ്മൾ എടുക്കണത്. അല്ലാതെ ഇതുപോലെ 2,650 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് പിന്നെ അതുകൂടാതെ അവർ 3/4 കിലോ ഡിസ്കൗണ്ട് ചെയ്തേക്കണം. ഞാൻ ചോദിച്ചു നമ്മൾ തല്ല് പിടിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുക കേട്ടോ. സീരിയസ്ലി ഇത് ഭയങ്കര ഒരു സ്കാമാണ്. നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു നേരത്തെ വരുന്ന അല്ലേ? ഓണേഴ്സ് ഇല്ല. ഓണേഴ്സിന്റെ നമ്പർ ചോദിക്കുമ്പോൾ ഓണേഴ്സിന്റെ നമ്പർ തരണം. എന്നിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ നമ്പർ കൊടുത്ത് നമ്മളെ വിളിക്കാൻ പറഞ്ഞു. കാശ് തരണമെങ്കിൽ നമ്പർ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. നമ്മളെ തിരിച്ചു വിളിക്കട്ടെ. ഞാൻ ചെന്നപ്പോൾ ഒരു ഫാമിലി അവർ ഇറങ്ങി പോയിട്ടോ. അവർക്ക് 3,000 രൂപ ബില്ല് എഴുതി കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യാനാ? ഡോക്ടർ എറണാകുളത്തുള്ള ഫേമസ് ഒരു ഡോക്ടർ, അവര് ആ ഡോക്ടറും ഭാര്യയും കൂടെ വന്നിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള മീൻ ചോദിച്ചിട്ടില്ല. അവസാനം വേറൊരു മീൻ അവര് മേടിച്ചിട്ട് അതേ ഞങ്ങളുടെ അതേ സെയിം ബില്ല്, പക്ഷെ വെയിറ്റ് തൂക്കത്തിൽ വ്യത്യാസവും ആണല്ലേ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഇവിടെ അടുത്തുള്ള എന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ ഫ്രണ്ട് പറയണത് നിനക്ക് വേറെ ഒരു സ്ഥലം കണ്ടില്ലെന്ന്. കയറാൻ ഇതിപ്പോൾ എത്ര അടക്കണം ഞാൻ? ഇതിപ്പോൾ എൻ്റെ അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ചേച്ചി 1,300 1,200 ഇത് എഴുതിയിരിക്കുന്നത് 1,570 1,300. അപ്പോൾ റൗണ്ട് ചെയ്തു. ആപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം ഇങ്ങനത്തെ കടകളിൽ ഭയങ്കരമായിട്ട് സ്കാം നടക്കുക. അതായത് ഈ മീൻ സത്യം നമ്മളിപ്പം ഒരു 500 200 300 രൂപ കൊടുക്കുക ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സീരിയസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പം എത്ര ആൾക്കാരെ ഇവിടെ കൂടിയിരിക്കുന്നറിയോ? ഇതിൻ്റെ ഓണർ പോലും ഇല്ല. അപ്പം നമുക്കിപ്പോൾ ഒരു 300 രൂപ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ കള്ളത്തരം കാണിച്ച ആൾക്കാരിൽ നിന്ന് ആഹാരത്തിൻ്റെ പേരിൽ പൈസ പറ്റിക്കാതിരിക്കുക, അത് ഭയങ്കര മോശമാണ്. കാരണം നമ്മൾ ഒരു നേരത്തെ ആഹാരം വിശന്നിട്ട് കഴിക്കാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്ന് കയറുമ്പോൾ അവരെ അറുത്ത് ഈ 3,000 ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു, നമ്മൾ വീഡിയോ എടുത്തു. ഞാൻ അവരുടെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്തപ്പം ഞാൻ ആ ലേഡിയുടെ അടുത്ത് ചോദിച്ചു. ഞാൻ ലേഡിയുടെ ഫേസ് ഇവിടെ വെക്കുന്നില്ല, കാരണം അവർ ചിലപ്പോൾ ശമ്പളത്തിന് നിൽക്കുന്ന ആളായിരിക്കാം. നമ്മൾ അവരുടെ ഇതാക്കിയിട്ട് നമുക്ക് കാര്യമില്ല. ഇതിൻ്റെ ഓണർ ആ പുള്ളിയുടെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഫുഡ് കഴിക്കാൻ നേരത്തെ ആ ചേച്ചിയെടുത്ത് ക്ലിയർ ആയിട്ട് ആദ്യം ചോദിച്ചു ആ മീൻ എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചു. അത് പെർ സൈസ് ഇത്ര രൂപ കിലോ അനുസരിച്ചാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ലേ, അപ്പോൾ റേറ്റ് പറയുന്നില്ല, അവിടെ വില പറയുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു എന്നാലും ഏകദേശം എത്ര രൂപ വരുമായിരിക്കും? അത് കിലോ 1,300 1,400. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. 1,300 1,400. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം ഒരു മീൻ എങ്ങനെയാണ് 1,300 1,400 വരുന്നത്? ഇപ്പോൾ നമ്മൾ കഴിച്ചത് ഏത് മീനാ? ചെമ്പല്ലി മീൻ 1 കിലോ 1,300 അല്ലെങ്കിൽ 1,400. ചേച്ചി പറയുന്നത് 1,300 അല്ലെങ്കിൽ 1,400. അങ്ങനെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ എടുത്ത് നോക്കി. പക്ഷേ എനിക്ക് ഇട്ടുന്ന വില എത്രയെന്ന് അറിയാമോ നിങ്ങൾ? ആ മീൻ 1 കിലോ ഇല്ല, അതാണ്ടേ 900 ഗ്രാമേ ഉള്ളൂ ഞാൻ കഴിച്ച ആ മീനിൻ്റെ റേറ്റ്. ചെമ്പല്ലി മസാലയാണ് ഞാൻ കഴിച്ചത്, 900 ഗ്രാമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇട്ട് തന്നിരിക്കുന്ന വില കണ്ടോ, 1,570. അപ്പോൾ 1,570 അത്ര ആദ്യം ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു 1,570 എങ്ങനെയാവുന്നത്? ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 1 കിലോയ്ക്ക് 1,300 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം അതിവിടെ ബോർഡ് നോക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാം. നിങ്ങൾ കഴിക്കാൻ വരുമ്പോൾ ഇവിടെ ബോർഡ് നോക്കണമെന്ന്. അതൊക്കെ എന്ത് വർത്താനമാണ് പറയുന്നത്?
ഇപ്പം അവരല്ലേ പിന്നെ ഇതിനെ വന്ന് സർവീസിനൊന്നും നിൽക്കുന്നത്. നമ്മളിപ്പം ബോർഡ് നോക്കിയിട്ടാണോ എല്ലാ ഹോട്ടലിലേക്ക് ഒരു ആഹാരം കഴിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഫിഷിൻ്റെ കാര്യത്തിൽ ഞാൻ വില ചോദിച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സംസാരിക്കാനുള്ളൊരു വോയിസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പം വില ചോദിക്കാതെ, ഞാനൊക്കെ നമ്മൾ വില ചോദിക്കാതെ ആഹാരം കഴിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ വില ചോദിച്ചു, ഇത്ര രൂപയും മീനെന്ന്. അതുകൊണ്ട് എനിക്ക് കണ്ട പിന്നെ വെട്ടിക്കുറച്ചിട്ട് വഴക്കിട്ട് പോകും. അങ്ങനെ ആരും ചോദിച്ചില്ല, ആൾക്കാർ വിലയൊന്നും ചോദിക്കാതെ കഴിച്ചവരാണ്. എൻ്റെ പൊന്നു കൈസ്, ഒരു ഫാമിലിയെ, ഒരു കുഞ്ഞും ഒരു ഫാദറും ഒരു കുഞ്ഞും, അവർ 3 പേരും വന്ന് ആഹാരം കഴിച്ചത്. അവരെത്ര കഴിക്കാനാണ് 3 പേര് വന്ന് ആഹാരം കഴിക്കുന്നത്? അവർക്കിട്ട കൊടുത്ത ബില്ല് 3200 രൂപ. 3200 രൂപ മൃദുലേ. ഒരു നേരം ഒരു ഊണ് കഴിക്കാനായിട്ട് വരുന്ന ആ പുള്ളിയുടെ ശമ്പളം, ഞാൻ അങ്ങനെ പറയുമല്ല, ഒരു സാധാരണക്കാരെ അപേക്ഷിച്ച് 3200 രൂപയൊക്കെ പറയുന്നത് എന്തുവാ? സത്യം, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഒരു ആംബിയൻസ് കണ്ടൊക്കെ കയറുന്ന കേട്ടോ. ഇതിടുമ്പോൾ ഇനി എന്നെ ആരും വന്ന് തെറി വിളിക്കാൻ പറയണ്ട, ഇങ്ങനെ ആരെയും പറ്റിക്കരുത് ആഹാരത്തിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലാസ്റ്റ് റൗണ്ട് ചെയ്തിട്ട്, ഞാൻ തർക്കിച്ചപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 1380 രൂപ ഞാൻ ഇവിടെ പേ ചെയ്തു ആ ഫിഷ് മസാലയ്ക്ക്. നമ്മൾ കുട്ടൻ ആലപ്പുഴ പോയപ്പോഴേ നമ്മൾ ഫാമിലി ആയിട്ട്, അയ്യോ ചിലവര് സംസാരിക്കാൻ വയ്യാത്തവരെ ഒന്നും മിണ്ടാതെ പൈസ കൊടുത്തിട്ട് പോവും. എന്താണേലും ഇവിടുന്ന് ആഹാരം കഴിച്ച് ഇറങ്ങി വരുമ്പം എല്ലാവരും മനസ്സിൽ തെറിയും വിളിച്ചോണ്ടായിരിക്കും ഇറങ്ങി വരുന്നത്, ഉറപ്പാ. നമ്മളിപ്പോൾ ഇനി 110 കിലോമീറ്റർ ഊണ് കഴിക്കേണ്ട ഒരു ചേട്ടൻ്റെ ഒരു വീട്ടിലിറങ്ങുന്നുണ്ട്. ഒരു അടിപൊളി പള്ളിയുടെ ഫ്രണ്ടിലാണ് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത്. അയ്യോ, മൃദുലയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ ഉറക്കം കഴിച്ചത് ഞാൻ ഇരുന്ന് വിരിഞ്ഞു കഴിയും. ഹായ്, താങ്ക് യു. താങ്ക് യു. കിടിലം പള്ളി കേട്ടോ. ഓക്കെ, അടിപൊളി പള്ളി. ഈ പള്ളിയുടെ പേരെന്തുവാ? സെന്റ് റോക്കീസ് പള്ളി. അത് ഇങ്ങനെ ഇരുന്നേ, നല്ല ഹെയർ ബാൻഡ് വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു കിട്ടിയ ഒരു സുഖത്തിൽ പോകണം. ഇത് നല്ല ഉറക്കമാണല്ലോ ആള്. എത്ര നേരമായെന്നറിയുമ്പോ കൈസ് ഉറങ്ങിയിട്ട്? ഏതാണ്ട് ഒരു 3 മണിക്കൂറായി കാണും അല്ലേ? 2-2.5 മണിക്കൂർ നല്ല ഉറക്കമായിരുന്നു. ഞാനും ഉറങ്ങി. തലവേന, ചെറിയ തലവേനുള്ള ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തുടങ്ങി വോമിറ്റിങ്. ഇപ്പൊ ഓക്കെ, ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോ ഓക്കെ. തലവേന മാറാൻ കിടക്കാനും നല്ല കംഫർട്ട് അല്ലേ? ഇതാണ്ട് ചായ പിടിക്കുക, നല്ല കാലൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് നല്ല ഉറങ്ങി. ഇത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന നമ്മള് ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. ചായ വിത്ത് പഴംപൊരി. ഭയങ്കര ശരിയല്ലേ? ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളൊരു ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയിട്ടോ. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. നമ്മൾ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ദേ അമ്പൂട്ടം കണ്ടോ, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കും. എന്തുവെന്ന് ചോദിച്ചാൽ അപ്പോഴേ ഇറങ്ങും. അപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങി, നമ്മളും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുക. നാളെ കാണാം. നാളെ ഇവിടുത്തെ വീട്ടിലെ വിശേഷവും വീട്ടുകാരൊക്കെ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ. ഔട്ട്ഡോർ ഒന്നും ഒച്ചത്തിലെടുക്കുന്നില്ല. ഗുഡ് നൈറ്റ് ഗൈസ്. മുതലേക്ക് ഒട്ടും വയ്യ, വീക്കാണ്. ടൈഡ്. എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാം. അപ്പം ബൈ, നാളെ കാണാം. അമ്പൂട്ട ബൈ പറ. ബൈ ബൈ.